രാധാകൃഷ്ണ മേനൻ, ഈ ബജറ്റ് ഒരു സൂര്യോദയ ബജറ്റാണ് എന്നാണ് കെ.എൻ. ബാലഗോപാൽ പറയുന്നത്. കേന്ദ്ര ബജറ്റിനെ വിശേഷിപ്പിക്കുന്ന ഘട്ടത്തിലും നിർമ്മലാ സീതാരാമൻ ഈ പദപ്രയോഗം നടത്തിയിരുന്നു. ചിപ്പ് അടക്കമുള്ള പ്രധാനപ്പെട്ട മേഖലകളിലേക്കുള്ള നിക്ഷേപത്തെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് അന്ന് ആത്മനിർഭർ ഭാരത് പ്രഖ്യാപനം നടത്തുന്നതിനോടൊപ്പം ഈ സൺറൈസ് മേഖലകളെ, സൂര്യോദയ മേഖലകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ നിക്ഷേപം നടത്തുന്നുവെന്ന് പറഞ്ഞത്. ഇവിടെയും സംസ്ഥാന സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, ടൂറിസം മേഖലയിൽ, മാനുഫാക്ചറിംഗ് മേഖലയിൽ, സ്റ്റാർട്ടപ്പുകളിൽ ഒക്കെ നിക്ഷേപം നടത്താൻ ഒരുങ്ങുകയാണ്. ഇതൊരു സൂര്യോദയ ബജറ്റ് എന്ന നിലയിൽ തന്നെയാണോ രാധാകൃഷ്ണ മേനൻ വിലയിരുത്തുന്നത്? അല്ല, ഇത് സമ്പൂർണ്ണമായി കടക്കണിയിൽപ്പെട്ടിരിക്കുന്ന, കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റുകൾ പോലും ചെലവഴിക്കാൻ സാധിക്കാത്ത ഒരു ഗവൺമെൻറ് അതിൻ്റെ ധനമന്ത്രി നടത്തിയ ഒരു രാഷ്ട്രീയ പ്രസംഗം എന്നതിനപ്പുറത്ത് ഈ ബഡ്ജറ്റിൽ കേരളത്തിന് പ്രതീക്ഷിക്കാൻ തക്കതായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ള പല പദ്ധതികളുടെയും തുടർച്ചയാണ് എന്നുള്ള നിലയിൽ അതായിരിക്കാം ഈ സൂര്യോദയം ചന്ദ്രോദയം എന്നൊക്കെ പറയാൻ കാരണം അവിടെ അനുവദിക്കുന്ന പണം അതെല്ലാം ഞങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു ഏർപ്പാട് അതിപ്പോൾ തുടങ്ങിയതല്ല. കാലങ്ങളായി ഈ കേരളത്തിലെ സർക്കാർ ആ രംഗത്ത് അങ്ങനെ ഒരു പ്രചരണമാണ് നടത്തി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം എന്നതിനപ്പുറത്ത് കേരളത്തിൻ്റെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തിട്ടുള്ള ഒരു മാറ്റവും ഈ ബഡ്ജറ്റിലില്ല. ഇപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം സമസ്ത മേഖലയിലും മാറ്റം വരുത്താൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം എന്ന വാക്ക് ആ പാർട്ടി ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുകൂടി പറയുന്നത് നന്നായിരിക്കും. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന സ്വപ്നങ്ങളോ സമീപനമോ ഈ രാജ്യത്ത് നടപ്പായില്ല എന്ന് പരസ്യമായി അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ സമീപിക്കുന്ന അതേ പോളിസി അത് സ്വീകരിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അത് നല്ല കാര്യമാണ്. കാരണം കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ള സമീപനത്തിന് വ്യത്യസ്തമായി ഇവിടെ സാധിക്കാത്തത് കൊണ്ടാണെങ്കിൽ അത് പറയണം. അതല്ല, പോളിസി ഞങ്ങൾ പാർട്ടി മാറ്റിയെങ്കിൽ ആ മാറ്റി എന്ന് പറയണം. ഇപ്പോൾ രാജ്യത്ത് സമൂഹത്തിന് വികസനം അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ള സമീപനത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള അതിന് വരുന്ന ചില കാര്യങ്ങൾ, എന്നിട്ട് അതെല്ലാം ഇപ്പോൾ മുദ്രാ ലോണിലൂടെ കേന്ദ്രം കൊടുത്തിട്ടുള്ള ലക്ഷോപലക്ഷം പദ്ധതികൾ, ആ പദ്ധതികളൊക്കെ അതെല്ലാം ഇവിടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇനിയും കൊടുക്കും എന്ന് പറയുന്നത് പോലെയുള്ള, അതേപോലെ വിഴിഞ്ഞത്തിൻ്റെ കാര്യം, കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ കാര്യം എനിക്ക് മനസ്സിലാവാത്തത്, കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സംസ്ഥാന സർക്കാർ എന്ത് കൊടുത്തു എന്നാണ് പറയുന്നത്, അല്ലെ എന്താ കൊടുക്കാൻ പറ്റുന്നത്? അതുപോലെ വിഴിഞ്ഞത്ത് ഇവരെന്താ ചെയ്യുന്നത്? വിഴിഞ്ഞം കേന്ദ്രത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള പദ്ധതിയാണ്. അപ്പോൾ ആ പദ്ധതി ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് അതിനകത്ത് അവരുടെ അവകാശവാദം ഉന്നയിക്കുന്നു എന്നതിനപ്പുറത്ത് ഈ സർക്കാരിനെ സംബന്ധിച്ച് അവരാകെ റബ്ബറിന് 10 രൂപ താങ്ങുവില കൂട്ടി എന്നാണ് അവകാശപ്പെടുത്തുന്നത്. അത് സത്യത്തിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ കർഷകന് അതിൻ്റെ സംഭരണത്തിൽ എല്ലാം ഇവർ ഇന്നലെ വരെ സ്വീകരിച്ചിരുന്ന സമീപനം എന്താ? അപ്പോൾ ഇതിന് ഒരു രംഗത്തും ശാശ്വതമായി ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്രതീക്ഷയും കൊടുക്കാത്ത ബഡ്ജറ്റ് പ്രസംഗം എന്നതിനപ്പുറത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ധനമന്ത്രി നടത്തിയിരിക്കുന്ന പ്രസംഗത്തിൽ ഒരർത്ഥവുമില്ല. ഇത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു പരിശ്രമം മാത്രമായി അധപ്പതിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ, ആ പദ്ധതികൾ ഞങ്ങളുടേതാണ് എന്ന് സൂചിപ്പിക്കുന്നതിനപ്പുറത്ത് പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ്.